മാനുഫാക്ചറിംഗ് ടെക്നോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 1 കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ബാക്കിയുള്ള നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ്. നമുക്കതിന് ശേഷം വരുന്ന ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇനി ആ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഏകദേശം കുറച്ച് ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ചിലപ്പോൾ 3 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗം ഞാൻ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. 3 മാർക്കിനും അല്ലെങ്കിൽ 7 മാർക്കിനും അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പ്രോപ്പർട്ടീസാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് അതിന് ശേഷം വരുന്നതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡ്. പ്രധാനമായിട്ടും ഇവിടെ ഇപ്പോൾ ഒരു 5 ടൈപ്പ് മോൾഡിംഗ് സാൻഡ് അല്ലേ. മോൾഡിംഗ് സാൻഡ് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന റോൾ വഹിക്കുന്ന ആളാണ് നമ്മുടെ മോൾഡിംഗ് സാൻഡ് അല്ലേ. അതായത് നമ്മുടെ ആ ഒരു മോൾഡിംഗ് ഫ്ലാസ്കിനകത്ത് അല്ലേ, നമ്മൾ ഒരു കോപ്പ്, ചീക്ക്, ഡ്രാഗ് എന്ന് പറയുന്ന 3 മോൾഡിംഗ് ബ്ലോക്സുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ നമ്മൾ ഒരു ഷേപ്പ്, ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഷേപ്പിലുള്ള ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഷേപ്പിലുള്ള പാറ്റേൺ ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഷേപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ 2 ബോക്സിലായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടായിരിക്കും. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ടൈപ്സ് ഓഫ് പാറ്റേണുകൾ. സ്പ്ലിറ്റ് പീസ് പാറ്റേൺ അല്ലെങ്കിൽ 2 പീസ് പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ മോൾഡിംഗ് സാൻഡ് ഫില്ല് ചെയ്യും അല്ലേ. അപ്പോൾ മോൾഡിംഗ് സാൻഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, അതിന് മൊത്തം നമ്മൾ മോൾഡിംഗ് സാൻഡ് ഫില്ല് ചെയ്യും. ശേഷം നമ്മൾ ആ പാറ്റേൺ അവിടെ നിന്ന് റിമൂവ് ആക്കുമ്പോൾ എന്തായിരിക്കും, ആ പാറ്റേൺ ഷേപ്പിലുള്ള മോൾഡ് ക്യാവിറ്റി അവിടെ രൂപപ്പെട്ടുണ്ടായിരിക്കും. അപ്പോൾ മോൾഡിംഗ് സാൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാന റോള് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ മോൾഡിംഗ് സാൻഡ്. അപ്പോൾ അതിൽ വരുന്ന ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 5 ടൈപ്പ് പറയുന്നുണ്ട്. ഗ്രെയിൻ സാൻഡ്, ഡ്രൈ സാൻഡ്, ലോം സാൻഡ്, ഫേസിങ് സാൻഡ്, പാർട്ടിങ് സാൻഡ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഓരോന്നിനും ഓരോ തരത്തിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോ സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ സാൻഡാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ സാൻഡിൽ വരുന്ന നോക്കാം. The green sand is the natural sand containing sufficient moisture in it. ഇതിൽ വരുന്ന ഒരു ക്ലേയുടെയും അല്ലെങ്കിൽ വാട്ടറിൻ്റെ അളവിനെ കുറിച്ച് നമ്മൾ, സിലിക്കയുടെ ഒക്കെ അളവിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ടത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചിലപ്പം ഓരോന്നിലുണ്ടായിരിക്കുന്ന കണ്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ കുറിച്ചൊക്കെ കാര്യം ചോദിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രീൻ സാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് പറയുന്ന സെൻറ്റൻസ് പറഞ്ഞാൽ ദ ഗ്രീൻ സാൻഡ് ഈസ് ദ നാച്ചുറൽ സാൻഡ് കണ്ടെയ്നിങ് സഫിഷ്യൻറ്റ് മോയ്സ്ചർ ഇൻ ഇറ്റ്. അപ്പോൾ ശരിക്കും ഗ്രീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായി കിട്ടുന്ന സാൻഡാണ് ഗ്രീൻ സാൻഡ്. അതിൽ നിന്നുണ്ടായിരിക്കും സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മോയ്സ്ചർ അല്ലേ, അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള ഒരു മോയ്സ്ചറിൻ്റെ അളവ് അതിലുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഗ്രീൻ സാൻഡ് എന്ന് പറയാം. ശേഷം ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് സിലിക്ക ആൻഡ് 15 to 30% clay with about 8% water. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് സിലിക്ക ആൻഡ് അതിൽ, അപ്പോൾ ഈ ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നതാണ് ശരിക്കും അതിൽ സിലിക്കേൻ്റെ മിക്സ്ചർ അല്ലെ, സിലിക്കയും അതുപോലെ തന്നെ ക്ലേയും അതുപോലെ വാട്ടറും ചേർന്നുള്ളൊരു മിക്സ്ചറാണ് ശരിക്കും ഗ്രീൻ സാൻഡ് എന്ന് പറഞ്ഞാൽ. അതിൽ ഓരോന്നിൻ്റെയും ഒരു പെർസെൻറ്റേജ് അളവ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് സിലിക്ക ആൻഡ് 15 to 30% ക്ലേ വിത്ത് അബൌട്ട് 8% വാട്ടർ. ഓക്കെ, അപ്പോൾ അതിൽ ഇറ്റ് ഈസ് മിക്സ്ചർ ഓഫ് സിലിക്കയും അതുപോലെ ക്ലേയും അതുപോലെ വാട്ടറിൻ്റെയും ഒരു മിക്സറാണെന്ന് പറയുന്നുണ്ട്. അതിൽ സിലിക്കേൻ്റെ കൂടെ ഒരു 30% ക്ലേയും അതുപോലെ അബൌട്ട് 8% വാട്ടറും ചേർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീൻ സാൻഡിൻ്റെ ഫോമായി മാറുന്നത്. അപ്പോൾ നമുക്കതിനെ ഗ്രീൻ സാൻഡ് എന്ന് പറയാൻ പറ്റും. നാച്ചുറൽ സാൻഡിൽ നമുക്ക് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മോയ്സ്ചർ ഉള്ള ആ ഒരു സാൻഡാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ബാക്കി നോക്കാം. ക്ലേ ആൻഡ് വാട്ടർ ആക്ട് ആസ് ബോണ്ടിങ് മെറ്റീരിയൽ ടു ഗീവ് സ്ട്രെങ്ത്. ഓക്കെ,
അപ്പോൾ ശരിക്കും ക്ലേയും വാട്ടറുമാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ആസ് എ ബോണ്ടിങ് മെറ്റീരിയൽ. ബോണ്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് നിൽക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡ് ചാനലിൽ അഡിസീവ്നെസ്സും കോസീവ്നെസ്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോസീവ്നെസ് അല്ലെങ്കിൽ ആ സ്ട്രെങ്ത്തിന് കാരണക്കാരൻ ആരാണ്? ആ ക്ലേയും വാട്ടറുമാണ്, അല്ല ഒരു ബോണ്ടിങ് സ്ട്രെങ്ത്തിന് കാരണം. സോ ക്ലേ ആൻഡ് വാട്ടർ ആക്ട് ആസ് എ ബോണ്ടിങ് മെറ്റീരിയൽ ടു ഗീവ് സ്ട്രെങ്ത്ത്. ബാക്കി നോക്കാം. മോൾഡ്സ് മെയ്ഡ് ഫ്രം ദിസ് സാൻഡ് ആർ നോൺ ആസ് ഗ്രീൻ സാൻഡ് മോൾഡ്. നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സാൻഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മോൾഡിനെ നമുക്ക് ഗ്രീൻ സാൻഡ് മോൾഡ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത പോയിന്റിൽ പറയുന്നത് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് മെനി ടൈംസ് ബൈ റീകണ്ടീഷനിങ് വിത്ത് വാട്ടർ, ക്ലേ ആൻഡ് അതർ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെയിം സാൻഡിനെ നമുക്ക് ഒരുപാട് തവണ നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീയൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു റീകണ്ടീഷനിങ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ ക്ലേയോ അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന അതർ മെറ്റീരിയൽസ് ചേർത്ത് നമ്മൾ അതിനെ വീണ്ടും റീകണ്ടീഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഗ്രീൻ സാൻഡ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ദ ഗ്രീൻ സാൻഡ് ഈസ് യൂസ്ഡ് ഓൺലി മേക്കിംഗ് സ്മോൾ ആൻഡ് മീഡിയം സൈസ് കാസ്റ്റിങ്സ്. സാധാരണഗതിയിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസുള്ള കാസ്റ്റിങ്സ് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ഗ്രീൻ സാൻഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. അതുപോലെ ഫെറസ് മെറ്റൽസിലും അതുപോലെ നോൺ ഫെറസ് മെറ്റൽസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രീൻ സാൻഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫെറസ് മെറ്റൽസിൻ്റെയും അതുപോലെ നോൺ ഫെറസ് മെറ്റൽസിലും എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഗ്രീൻ സാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടൈപ്സ് ഓഫ് മോൾഡിങ് സാൻഡിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിച്ചുള്ളത്, ഗ്രീൻ സാൻഡ്. അപ്പോൾ അതിൽ ആവശ്യമുള്ള എന്ത് ചെയ്യുക പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് ഒരു 3 പോയിൻ്റെങ്കിലും നിങ്ങൾ ഓരോ സാൻഡിനെ കുറിച്ചും ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് എക്സാം പോലെ ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ഡ്രൈ സാൻഡ്. ഓക്കെ, രണ്ടാമത്താണ് ഡ്രൈ സാൻഡ്. ഇപ്പോൾ നോക്കാം, ഡ്രൈ സാൻഡിൽ വരുന്നത് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെൻ ദ മോയ്സ്ചർ ഈസ് റിമൂവ്ഡ് ഫ്രം ഗ്രീൻ സാൻഡ്, ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഡ്രൈ സാൻഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ഡ്രൈ സാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചുള്ള ഗ്രീൻ സാൻഡിൽ നിന്ന് മോയ്സ്ചർ ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കുക? അതാണ് ഡ്രൈ സാൻഡ്, അല്ലേ? മോയ്സ്ചർ ഇല്ലാത്ത സാൻഡാണ് ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. ബാക്കി നോക്കാം. ദ മോൾഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്രൈ സാൻഡ് ഹാസ് ഗ്രേറ്റർ സ്ട്രെങ്ത്ത്. അപ്പോൾ ഡ്രൈ സാൻഡ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന മോൾഡിന് എന്തായിരിക്കും? നല്ല ഗ്രേറ്റർ സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കും, അതുപോലെ റിജിഡിറ്റി ഉണ്ടായിരിക്കും ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, തെർമൽ സ്റ്റെബിലിറ്റിയും റിജിഡിറ്റിയും ഗ്രേറ്റർ സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കും നമ്മുടെ ഡ്രൈ സാൻഡിൽ. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, ദി സാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് ആൻഡ് ഹെവി കാസ്റ്റിങ്സ്. ഇപ്പോൾ ഈ ഡ്രൈ സാൻഡ് യൂസ് ചെയ്യുന്നത് ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി കാസ്റ്റിങ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഡ്രൈ സാൻഡ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് നമ്മുടെ ഡ്രൈ സാൻഡിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് ആയിട്ട് പറയാം. അതായത് വെൻ ദ മോയ്സ്ചർ ഈസ് റിമൂവ്ഡ് ഫ്രം ഗ്രീൻ സാൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഡ്രൈ സാൻഡ്. ദ മോൾഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡ്രൈ സാൻഡ് ഹാസ് ഗ്രേറ്റർ സ്ട്രെങ്ത്ത്, റിജിഡിറ്റി ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി. ദിസ് സാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് ആൻഡ് ഹെവി കാസ്റ്റിങ്സ്. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ ലോം സാൻഡ്. ഓക്കെ, ലോം സാൻഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലോം സാൻഡിൽ വരുന്ന പോയിൻറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലോം സാൻഡ് ഈസ് എ മിക്സ്ചർ ഓഫ് 50% സാൻഡ് ആൻഡ് 50% ക്ലേ. ഓക്കെ, അപ്പോൾ 50% സാൻഡും 50% ക്ലേയും ചേർത്തുള്ള ആ ഒരു മിക്സ്ചർ, ആ ഒരു സാൻഡ് മിക്സ്ചറാണ് നമ്മൾ ലോം സാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ലോം സാൻഡ് ഈസ് എ മിക്സ്ചർ ഓഫ് 50%, 50% ക്ലേയും അതുപോലെ 50% സാൻഡും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനാണ് നമ്മൾ ലോം സാൻഡ് എന്ന് പറയുക. അടുത്ത പോയിന്റ് നോക്കാം. വാട്ടർ ഈസ് ആഡഡ് ഇൻ സഫീഷ്യൻറ്റ് എമൗണ്ട്. അതുപോലെ എന്ത് ചെയ്യും? അതിൽ വാട്ടർ നമ്മൾ 50% ക്ലേൻ്റെയും 50% സാൻഡിൻ്റെയും കൂടെ നമ്മൾ വാട്ടർ സഫീഷ്യൻ്റ് ആയിട്ട് ആഡ് ചെയ്യും. ആവശ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ആഡ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലാർജ് ആൻഡ് ഹെവി മോൾഡ്സ്. എക്സാമ്പിൾ ടർബൈൻ പാർട്സ്. ഇപ്പോൾ ടർബൈൻ പാർട്സ് പോലത്തെ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മോൾഡ്സ് ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മൾ ലോം സാൻഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ 3 പഠിച്ചു. ഫസ്റ്റ് പഠിച്ചത് ഗ്രീൻ സാൻഡ്, രണ്ടാമത്തത് ഡ്രൈ സാൻഡ്, മൂന്നാമത്തത് ലോം സാൻഡാണ്. ഓക്കെ, 3 ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ടും തിയറി പോർഷനാണ്, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ 4ഉം 5ഉം വരുന്നുണ്ട്. ലോം സാൻഡും പാർട്ടിങ് സാൻഡും അതുപോലെ 6ാമത്തെ കോർ സാൻഡ്.
ഓക്കെ. നാലാമത്തെ നമുക്ക് നോക്കാം ലോം സാൻഡാണ് ഫേസിങ് സാൻഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫേസിങ് സാൻഡിൽ നമ്മൾ ഓർക്കേണ്ട പോയിൻറ്റ്സ് നോക്കാം. ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ സർഫസ് ഓഫ് ദ പാറ്റേൺ ടു ഒബ്റ്റെയിൻ കാസ്റ്റിങ്സ് ഓഫ് സ്മൂത്ത് ആൻഡ് ക്ലിയർ സർഫസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫേസിങ് സാൻഡ് അതിൻ്റെ പേര് പോലെ തന്നെ ഓർത്ത് വെക്കുക. നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ സർഫസ് ഓഫ് ദ പാറ്റേൺ. അപ്പോൾ നമ്മൾ പാറ്റേണിൻ്റെ സർഫസിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഫേസിങ് സാൻഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിരിക്കുക. ടു ഒബ്റ്റെയിൻ കാസ്റ്റിങ്സ് ഓഫ് സ്മൂത്ത് ആൻഡ് ക്ലിയർ സർഫസസ്. ഒക്കെ സർഫസിൻ്റെ സ്പെല്ലിങ് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഫേസിങ് സാൻഡ് ഈസ് അപ്ലൈഡ് ടു ദ സർഫസ് ഓഫ് ദ പാറ്റേൺ അല്ലേ, പാറ്റേണിൻ്റെ സർഫസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. എന്തിനാണ്? ഫോർ ടു ഒബ്റ്റെയിൻ കാസ്റ്റിങ്സ് ഓഫ് സ്മൂത്ത് ആൻഡ് ക്ലിയർ സർഫസസ് അല്ലേ. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ സ്മൂത്ത് ആൻഡ് ക്ലിയർ സർഫസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ആ ഒരു ഫേസിങ് സാൻഡ് നമ്മൾ സർഫസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പറയുന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് സിലിക്ക സാൻഡ് ആൻഡ് ക്ലേ. ഓക്കെ, അതിൽ സിലിക്ക സാൻഡും അതുപോലെ ക്ലേയും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് സിലിക്ക സാൻഡ് ആൻഡ് ക്ലേ. ബാക്കി നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഡയറക്ട്ലി നെക്സ്റ്റ് ടു ദ സർഫസ് ഓഫ് ദ പാറ്റേൺ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാറ്റേണിൻ്റെ സർഫസിൽ നമുക്ക് അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാറ്റേണിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫേസിങ് സാൻഡ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി ലാസ്റ്റ് നോക്കാം. ഫേസിങ് സാൻഡ് കംസ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് the hot molten metal, therefore it must have high refractoriness and strength. It has very fine grains. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം ഇതിൽ വരും, അതായത് ശ്രദ്ധിക്കാം. ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫേസിങ് സാൻഡ് എന്തുണ്ടായിരിക്കണം, ഇവിടെ പറഞ്ഞ പോലെ ഫേസിങ് സാൻഡ് കംസ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ഹോട്ട് മോൾട്ടൻ മെറ്റൽ. എന്തായിരിക്കും ഫേസിങ് സാൻഡ് നമ്മുടെ പാറ്റേണിൻ്റെ ആ ഒരു സർഫസിൽ ഉപയോഗിക്കുന്ന കാരണം എന്തായിരിക്കും, ഡയറക്റ്റ് കോൺടാക്റ്റ് മോൾട്ടൻ മെറ്റലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അത് പെട്ടെന്ന് കത്തിപ്പോവാനോ അല്ലെങ്കിൽ ഉരുകി പോകാനോ ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ അതിന് എന്ത് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും കുറച്ച് അധികം ഉണ്ടായിരിക്കേണ്ടത്, അത് ഹൈ റിഫ്രാക്ടറിനെസ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് പ്രോപ്പർട്ടീസ് എല്ലാം. അതുപോലെ അതിന് സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹൈ റിഫ്രാക്ടറിനെസ്സും അതുപോലെ സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഹാസ് വെരി ഫൈൻ ഗ്രെയിൻസ്, അതിന് എന്തായിരിക്കും, വെരി ഫൈൻ ഗ്രെയിൻസും അതിന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഓർത്ത് വെക്കുക. ഫേസിങ് സാൻഡിനെ കുറിച്ച് കുറേ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 3 പോയിൻ്റെങ്കിലും ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള ഒരു 3 പോയിൻ്റെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്താണ് നമ്മുടെ പാർട്ടിങ് സാൻഡ്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോലെ ഫേസിങ് സാൻഡിൻ്റെ പേര് വന്ന പോലെ തന്നെ നമുക്കിതിനും പേര് വന്നതിലൊരു കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെ നോക്കാം, പാർട്ടി സാൻഡിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ അഡറിങ് ഓഫ് 2 halves ഓഫ് മോൾഡ് സർഫസസ് ഇൻ ഈച്ച് മോൾഡിംഗ് ബോക്സ് വെൻ ദേ ആർ സെപ്പറേറ്റഡ്. ഓക്കെ, നമ്മൾ പാർട്ടിങ് സാൻഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ദ അഡറിങ് ഓഫ് 2 halves ഓഫ് മോൾഡ് അല്ലേ. അപ്പോൾ നമുക്ക് പേര് നോക്കാം, പാർട്ടിങ് സാൻഡ് നമ്മൾ പാർട്ടാക്കി മാറ്റുകയാണ്. അതായത് നമുക്കറിയാം നമ്മൾ 2 പീസ് പാറ്റേൺ ഒക്കെ ആകുമ്പോൾ അവിടെ 2 മോൾഡ് ക്യാവിറ്റി അല്ലെങ്കിൽ 2 പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ഒരു സെപ്പറേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആ ഒരു സെപ്പറേഷൻ കൊടുക്കുന്ന സാധനത്ത് അതിനെ പാർട്ട് ചെയ്യാനായിട്ട് അല്ലേ, പാർട്ടിങ് കൊടുക്കാനായിട്ട് ഒരു ബോർഡർ കൊടുക്കാനായിട്ട് ഒരു ബൗണ്ടറി കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു പാർട്ടിങ് സാൻഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, പൗഡേഴ്സ് ഫ്രീ ഫ്രം ക്ലേ ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ പൗഡേഴ്സ് ഫ്രീ ഫ്രം ക്ലേ ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ നമ്മൾ ഈ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പാർട്ടിങ് വേണ്ടി നമ്മൾ പൗഡേഴ്സ് ഫ്രീ ആയിട്ടുള്ള ക്ലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. വെരി ഫൈൻ ബ്രിക്ക് പൗഡർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ പാർട്ടിങ് സാൻഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വെരി ഫൈൻ ആയിട്ടുള്ള ബ്രിക്ക് പൗഡർ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടിങ് സാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പൗഡർ ഫ്രീ ആയിട്ടുള്ള ക്ലേ ആണ് കോമൺ ആയിട്ട് നമ്മൾ പാർട്ടിങ് സാൻഡായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെരി ഫൈൻ ആയിട്ടുള്ള ബ്രിക്ക് പൗഡർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാർട്ടിങ് സാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പാർട്ടിങ് സാൻഡിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഫംഗ്ഷനും വരുന്നത്. നമ്മൾ ഓർത്ത് വെക്കുക, പാർട്ടിങ് സാൻഡ് ആയാലും ഫേസിങ് സാൻഡ് ആയാലും. ഓക്കെ, ഇനി അവസാനം വരുന്നത് നമ്മുടെ കോർ സാൻഡ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. കോർ സാൻഡ് പറയുമ്പോൾ കോർ സാൻഡ് ഈസ് ദ സാൻഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കോർസ്. അപ്പോൾ നമ്മൾ കോർസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണല്ലേ. കോർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു സപ്പോർട്ടിങ് മെമ്പറാണ് അല്ലേ. കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹോളോ മോൾഡ് ക്യാവിറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഹോളോ പോർഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു മെമ്പറാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കോറുമായിട്ട് എന്തോ ബന്ധം ഇവിടെ ഉണ്ടായിരിക്കും. അതായത് കോർ സാൻഡ് ഈസ് ദ സാൻഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കോർസ്. അപ്പോൾ കോർസ് ഉണ്ടാക്കാനുള്ള സാൻഡാണ് കോർ സാൻഡ്. ഓക്കെ,
ദിസ് ഈസ് സിലിക്ക സാൻഡ് മിക്സഡ് വിത്ത് കോർ ഓയിൽ. നമ്മൾ സിലിക്ക സാൻഡിൻ്റെ കൂടെ കോർ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോർ സാൻഡ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോർ ഓയിൽ സാൻഡ്. അതുകൊണ്ട് എന്തായിരിക്കും ആ നമ്മുടെ സാൻഡ് കോർ സാൻഡിൻ്റെ മറ്റൊരു പേരാണ് ഓയിൽ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ കോൾഡ് ആസ് ഓയിൽ സാൻഡ്. ദ കോർ ഓയിൽ കൺസിസ്റ്റ്സ് ഓഫ് ലിൻസീഡ് ഓയിൽ, റെസിൻ, ലൈറ്റ് മിനറൽ ഓയിൽ വിത്ത് സം ബൈൻഡേഴ്സ്. അപ്പോൾ ഈ ഒരു കോർ സാൻഡിൽ അല്ലെങ്കിൽ കോർ ഓയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ലിൻസീഡ് ഓയിൽ ഉണ്ടായിരിക്കും, ലിൻസീഡ് ഓയിൽ ഉണ്ടായിരിക്കും, റെസിൻ ഉണ്ടായിരിക്കും, ലൈറ്റ് മിനറൽ ഓയിൽ ഉണ്ടായിരിക്കും, അതുപോലെ വിത്ത് സം ബൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ ലാർജർ കോർസ് സംടൈംസ് പിച്ച് ഓർ ഫ്ലോർ ആൻഡ് വാട്ടർ യൂസ്ഡ് ഇൻ സേവിങ് ദ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ലാർജർ കോഴ്സിൽ എന്തായിരിക്കും, നമ്മൾ പിച്ച് അല്ലെങ്കിൽ ഫ്ലവർ ആൻഡ് വാട്ടർ യൂസ് ചെയ്യുന്ന കോഴ്സ്. അപ്പോൾ നമ്മൾ ആ ഒരു ചിലവ് കുറയ്ക്കാൻ എന്ത് ചെയ്യും, നമ്മൾ വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലാർജ് കോഴ്സിൽ നമ്മൾ ഈ ഒരു കോർ സാൻഡിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കോർ സാൻഡിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കായുള്ള ടൈപ്സ് ഓഫ് മോൾഡിംഗ് സാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിലബസ് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു മൊഡ്യൂളിൻ്റെ കംപ്ലീറ്റ് ആയ ഭാഗം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഈ പോർഷൻ കംപ്ലീറ്റായി. ഏകദേശം ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളതും ഞാൻ ഈ ഗ്രീൻ മാർക്കിൽ കാണിച്ചിട്ടുള്ള ഇത്രയും പോർഷൻ എന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ പിന്നെ ഏകദേശം 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ വരുന്ന പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ വരുന്ന നമ്മുടെ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പിന്നെയും ക്വസ്റ്റ്യൻസ് 1 മാർക്കിനെ കാണാറുള്ളത്. പിന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് മോൾഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ മാത്രമേ നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, ഈ ഒരു പോർഷനും അതുപോലെ ഈ ഒരു പോർഷനും മാത്രമേ നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. നമ്മുടെ കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കാം. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഹാർഡ്നെസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 മാർക്കിൻ്റെ നമ്മൾ നോക്കാത്തൊരു പോർഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ശരിക്കും എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ഹാർഡ്നെസ് പറയുന്നത്. നമ്മൾ ഹാർഡ്നെസ് പറഞ്ഞ പ്രോപ്പർട്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കേസായിരിക്കും. ഹാർഡ്നെസ് പറയുന്നതാണ് നമുക്കൊരു മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റീരിയലിൻ്റെ കഴിവിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹാർഡ്നെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർഡാന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയുന്നതാണ് ഡിഫൈൻ റിഫ്രാക്ടറിനെസ്. അതായത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് റിഫ്രാക്ടറിനെസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് ആ ഒരു ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവാണ് നമ്മുടെ റിഫ്രാക്ടറിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും 1 മാർക്കിൻ്റെ ഒരു മാർക്ക് കൂടെ സ്കോർ ചെയ്യാൻ പറ്റി. മറ്റേതെന്താ നമ്മൾ പഠിക്കാത്ത കാരണം നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നമുക്ക് വഴിയെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്ക് അതും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്വീപ്പ് പാറ്റേൺ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്വീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ ഒരു ഷാഫ്റ്റ് പോലെ ഉണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ മോൾഡിംഗ് ഫ്ലാസ്കിനകത്ത് വെച്ച് എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതും അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്യാവിറ്റി അവിടെ ഫോം ചെയ്യും. അതാണ് നമ്മൾ സ്വീപ്പ് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ടൈപ്സ് ഓഫ് പാറ്റേണിൽ കൃത്യമായിട്ടും ആനിമേഷൻ കണ്ട് പഠിച്ചു കാര്യം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്വീപ്പ് പാറ്റേൺ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയൊരു ഫിഗറൊക്കെ ഇതേപോലെ ഈസി ആയിട്ട് ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് വരച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടാൻ എന്ത് ചെയ്യാം, മാക്സിമം 3 മാർക്കിനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി താഴെ വരുന്നതെല്ലാം 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് താഴേക്ക് വരുന്നതൊക്കെ. മെൻഷൻ ദ ഫംഗ്ഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് റൈസർ. ഓക്കെ, റൈസറിൻ്റെ ഫംഗ്ഷനും ലൊക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ. റൈസറിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മോൾഡിംഗ് ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അല്ലേ, മേലെയും താഴെയും മോൾഡിംഗ് ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ മോൾഡ് ക്യാവിറ്റിയിലേക്ക്, ഓക്കെ, അതാണ് നമ്മുടെ മോൾഡ് ക്യാവിറ്റി എങ്കിൽ നമ്മൾ ആദ്യം പോറിങ് ബേസിൻ വഴി
അല്ലേ പോറിങ് ബേസിന് വഴിയാണ് എന്ത് ചെയ്യാം ഇതിനകത്തേക്ക് മോൾട്ടൻ മെറ്റൽ ഒഴിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ അത് ഇതിലേക്ക് ഒഴുകി വന്ന് റണ്ണർ വഴി ഒഴുകി വരും. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് റൈസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ആ ഒരു വോളിമെട്രിക് ഷ്രിങ്കേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ആ ടെക്നിക്കാണ് നമ്മുടെ റൈസറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ എന്തെങ്കിലും പോറിംഗ് ബേസിൽ നമ്മൾ മോൾട്ടൻ മെറ്റൽ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, മാക്സിമം ഫില്ല് ചെയ്യും. അതായത് ഇതിലേക്ക് ഉയർന്നു നിൽക്കുന്ന പോലെ എന്ത് ചെയ്യും, നമ്മൾ മോൾട്ടൻ മെറ്റൽ ഫില്ല് ചെയ്ത് വെക്കും. അതായത് ഇതിനകത്ത് ക്യാവിറ്റിക്കകത്ത് ഉണ്ടാകുന്ന സോൾഡിഫിക്കേഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് എന്തായിരിക്കും, വോളിമെട്രിക് ഷ്രിങ്കേജ് നടക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ചെറുക്കാനുള്ള അല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് നമ്മൾ റൈസറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. അതുപോലെ ലൊക്കേഷൻ എവിടെയായിരിക്കും, നമ്മൾ സാധാരണ പോറിംഗ് ബേസിൻ ഒരു സൈഡിലും ഉണ്ടായിരിക്കും. പിന്നെ നമ്മളെ ക്യാവിറ്റി, നമ്മളെ മോൾഡ് ക്യാവിറ്റിൻ്റെ അതർ എൻഡിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ റൈസറിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ വെച്ചുള്ളത് എക്സ്പ്ലെയിൻ എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് മോൾഡിംഗ് സാൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് പ്രോപ്പർട്ടി, ഏകദേശം എനിക്ക് തോന്നുന്നു 6ഓളം പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അഡസീവ്നെസ്, കോസീനെസ്, റിഫ്രാക്ടറിനെസ്, അങ്ങനെ ഒരുപാട് മോൾഡിംഗ് സാൻഡിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിനെ കുറിച്ച് മാത്രം എഴുതിയാൽ മതി അല്ലേ. ഏതെങ്കിലും 3 മാത്രം എഴുതുക. എക്സ്പ്ലെയിൻ എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് മോൾഡിംഗ് സാൻഡ്. അപ്പോൾ എന്ത് ചെയ്യുക, 3 ഹെഡിങ് പേര് മാത്രം എഴുതിയാൽ പോരാ, അതിനെക്കുറിച്ച് ഒരു എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടും കൂടി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഇത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ 7 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യനാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് പാറ്റേൺ അല്ലേ. പാറ്റേണിൻ്റെ ഫംഗ്ഷൻ വെച്ചിട്ടില്ലേ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് ദ റെപ്ലിക്ക ഓഫ് ദ മോഡൽ ടു ബി മെയ്ഡ് അല്ലേ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു റെപ്ലിക്ക മോഡലാണ് നമ്മൾ ശരിക്കും പാറ്റേൺ എന്ന് ശരിക്കും പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റൈറ്റ് എനി 2 പാറ്റേൺ മെറ്റീരിയൽ ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഇറ്റ്. അപ്പോൾ ഏതെങ്കിലും 2 തരത്തിലുള്ള പാറ്റേൺ മെറ്റീരിയലാണ് ചോദിച്ചുള്ളത്. അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും എഴുതാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അതൊക്കെ ടൈപ്സ് ഓഫ് പാറ്റേൺ മെറ്റീരിയൽസ് നമുക്കറിയാം. വുഡ്, പ്ലാസ്റ്റിക്, വാക്സ്, പ്ലാസ്റ്റർ, അങ്ങനെ കുറേ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 എഴുതാൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ അഡ്വാൻറ്റേജ് എഴുതിയാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി അവസാനം വരുന്ന അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യനാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഷ്രിങ്കേജ് എലമെൻറ്റ്സ്, മെഷീനിങ് എലമെൻറ്റ്സ്, അതുപോലെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ അതിൽ 4 മാർക്കിൻ്റെ വെച്ച് നമുക്ക് അലവൻസാണ് ചോദിച്ചുള്ളത്. ഒന്ന് ഷ്രിങ്കേജ് അലവൻസും ഒന്ന് മെഷീനിങ് അലവൻസും. അത് നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചുള്ളതാണ് രണ്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് അലവൻസുകൾ നമ്മൾ പാറ്റേണിൽ അലവൻസ് കൊടുക്കുന്നതാണ്. അതിൻ്റെ സൈസ് വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സിസ്റ്റമാണ് നമ്മുടെ ഒരു ടെക്നോളജിയാണ് നമ്മുടെ അലവൻസ് കൊടുക്കുന്നത്. സോ നമ്മൾ പഠിച്ച കാര്യം തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അവസാന ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി ആണ്. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഭാഗം എന്താണ്, അത് ഡിഫൈൻ ഹാർഡ്നെസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 മാർക്കിന് ആ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് നമ്മുടെ പ്ലാസ്റ്റിസിറ്റിയും ഇലാസ്റ്റിസിറ്റിയും. നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പ്ലാസ്റ്റിസിറ്റി പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഒരു ഷേപ്പ്, ഇതിപ്പോൾ ഒരു അയൺ ബ്ലോക്കാണ് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഇങ്ങോട്ടും പിടിച്ച് വലിച്ചു, ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കൊടുത്തും കൊണ്ടും വലിച്ചു. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, അയൺ ബ്ലോക്ക് ചിലപ്പം അതിൻ്റെ നീളം കൂടുന്നുണ്ടായിരിക്കും അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ഫോഴ്സ് അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ചിലപ്പോൾ എന്തെയില്ല, അയൺ പീസ് ചിലപ്പം പഴയ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പഴയ ഷേപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി തിരിച്ച് വരാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് ശരിക്കും അതിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതൊരു പെർമനൻറ്റ് ഡിഫോർമേഷൻ സംഭവിക്കുകയാണ്. അതിന് നമുക്ക് പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് മാറി എന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുക, നമ്മൾ ഇതിപ്പോൾ ഒരു റബ്ബർ ബാൻഡേജ് ആയിരിക്കും. ഇത് റബ്ബർ ബാൻഡേജ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നമ്മൾ 2 സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ കൊടുത്തു. എന്തായിരിക്കും, റബ്ബർ ബാൻഡിൻ്റെ നീളം കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫോഴ്സ് നമ്മൾ റിലീസ് ചെയ്തു അല്ലെങ്കിൽ ഒഴിവാക്കി എന്തായിരിക്കും, റബ്ബർ ബാൻഡ് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ പഴയ ഷേപ്പിലേക്ക് തിരിച്ചു വരും. അതിന് ഡിഫോർമേഷൻ എന്ത് ചെയ്യും, നേരെ തിരിച്ച് പഴയ പോലെ തന്നെ ആയി മാറും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാസ്റ്റിസിറ്റിയും ഇലാസ്റ്റിറ്റിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രണ്ടും വരുന്നത് എന്താണ്, ഇതും ഈ ടോപ്പിക് ഏറ്റവും ലാസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനിലെ ആ ടോപ്പിക്കും വരുന്ന ഇതിലാണ്. നമ്മുടെ സിലബസ് നോക്കിയപ്പം ഈ ഒരു ഭാഗം പറഞ്ഞിരുന്നു. ഇതിൽ വരുന്ന കണ്ടൻറ്റാണ് ആ രണ്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4ഓളം മാർക്ക് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.